13,500 പക്ഷേ നമ്മുടെ കേന്ദ്രമന്ത്രി സാറിനെ, സുരേഷ് സാറിനെ ഇത് വിവരം അറിയിക്കണം. നമുക്ക് വേണ്ട സഹായങ്ങൾ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പോൾ അതാണ് ഇവർക്ക് പറയാനുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ ഈ വിഷയത്തിൻ്റെ പ്രവേശന കവാടം എരുമേലി ഇനിയും വരാൻ പോകുന്ന തീർത്ഥാടന കാലഘട്ടത്തിലേക്ക് വളരെ കുറച്ച് നാളുകൾ മാത്രമേ നമുക്കുള്ളൂ. അപ്പോഴാണ് ഈ ഒരു അവസ്ഥ. ഈ ഒരു ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇവിടുത്തെ പഞ്ചായത്ത് യാതൊരു തരത്തിലുള്ള നടപടി എടുക്കുന്നില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്താണ് ഈ പഞ്ചായത്തിൻ്റെ ടൗൺ ഏരിയകൾ വൃത്തിയാക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഈ DTPCയിലെ ഈ തൊഴിലാളികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ വൃത്തിയാക്കിക്കൊണ്ട് അവർക്കൊരു ഗ്ലൗസോ ഒരു യാതൊരു വേതനമോ നൽകാതെ ഇത്തരത്തിൽ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾ വ്യക്തം. പഞ്ചായത്തിന്റെ മുറ്റം വരെയാണ് ഞങ്ങൾ ചെയ്യുന്നത്, മുറ്റത്തിനപ്പുറം വരെ ചെയ്യുന്നുണ്ട്. പക്ഷേ തീർത്ഥാടന കേന്ദ്രം ആയ ചെറിയമ്പലം മുതൽ വലിയമ്പലം വരെയാണ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ഒരു നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഈ ഇറങ്ങിയിട്ട് 22 വർഷമായിട്ട് പഞ്ചായത്തിന്റെ ഒരു ജോലിക്കാരെ ഇന്ന് വരെ അവർ വെച്ചിട്ടില്ല. ഞങ്ങൾ വന്നതിന് ശേഷമാണ് പഞ്ചായത്തിന്റെ ജോലിക്കാർ വരുന്നത്. അപ്പം ഒരാളോ 2 പേരോ പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡും അതിന്റെ 2 വശത്തെ റോഡും കവല വരെ ചെയ്യുക എന്നുള്ളത് പഞ്ചായത്തിന്റെ ആവശ്യമാണ്. ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ചെറിയമ്പലം മുതൽ വലിയമ്പലം വരെയുള്ള 2 സൈഡുമാണ് ഞങ്ങൾക്ക്. അതിനുശേഷം 11 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് DTPCയുടെ കൊരത്തിലെ ഇത് വൃത്തിയാക്കാൻ ഇവിടെ വരികയും ചെയ്യണം. അപ്പോൾ ഇത്ര ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ സ്റ്റാൻഡും അതിൻ്റെ 2 വശവും ഞങ്ങൾ ചെയ്തിട്ടില്ല. ബാക്കി ചെറിയമ്പലം മുതൽ വലിയമ്പലം വരെയുള്ള ഭാഗങ്ങൾ ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഞങ്ങൾ കൊരട്ടി DTPCയുടെ ഓഫീസിലോട്ട് വന്നത്. DTPCയുടെ കീഴിൽ ഞങ്ങൾ 22 വർഷക്കാലമായി ഞങ്ങൾ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ഓണക്കാലം 5 മാസമായി ശമ്പളം കിട്ടിയിട്ട് ഞങ്ങൾ അപേക്ഷകളും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിലും കൊടുത്തു, DTPCയിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ CDSന്റെ ഓഫീസിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. CDSന്റെ ഓഫീസിൽ കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു ഓൺ ഫണ്ടിൽ നിന്ന് ആദ്യമൊക്കെ കുറച്ച് നാൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ശമ്പളം പെൻഡിങ് വന്നപ്പോൾ ഓൺ ഫണ്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് തന്നതായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഓൺ ഫണ്ടിൽ നിന്ന് തരാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജില്ലാ മിഷനിലെ കോർഡിനേറ്റർ ആലപ്പുഴയിലുള്ള സാറാണ്. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെ ഓൺ ഫണ്ടിൽ നമുക്ക് കൊടുക്കാനുള്ള പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തരവ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് പറ്റുകയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളോർത്ത് എങ്കിലും അങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു സഹായം ഉണ്ടാവുമെന്ന് വെച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ഒരു സഹായം. നിങ്ങൾക്ക് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത് മുടങ്ങാതെ കിട്ടിക്കൊണ്ടിരുന്നല്ലേ? കഴിഞ്ഞ 3 മാസമൊക്കെ ഞങ്ങൾക്ക് മുടങ്ങാൻ 3 മാസം വരും ഒന്നിച്ച് തരുമായിരുന്നു. വന്നിട്ടില്ല, ഇതാദ്യമായിട്ടാണ്. അപ്പം പിന്നെ അവിടെയും ജില്ലാ മിഷനിൽ നിന്നും നമുക്കൊരു കാര്യങ്ങൾക്ക് ഒരു തീരുമാനമായില്ല. അപ്പം DTPC ഫണ്ട് വരാത്തതിൻ്റെ അഭാവം മൂലം നമുക്ക് അവിടെ നിന്നും ആകുന്നില്ല. അപ്പം ഞങ്ങൾ പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പറഞ്ഞു ഞങ്ങൾക്ക് ഉന്തുന്ന വണ്ടിയൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഈ പല കടകളിൽ നിന്നും ചാക്ക്, ഞങ്ങൾ 5 പേരും 5 കടയിൽ നിന്ന് ചാക്ക് മേടിച്ചാണ് ഞങ്ങൾ തൂക്കുന്നത്. ഈ ചൂലും കൊട്ടയും ഈ ചാക്കും എല്ലാം ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ പൈസ കൊടുത്ത് വാങ്ങിച്ചാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ ഞങ്ങളൊരു അപേക്ഷ നേരത്തെ കൊടുത്തായിരുന്നു. ഞങ്ങൾക്ക് ഒരു വണ്ടി വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പ്രസിഡൻറ്റിനെ സമീപിച്ച പ്രസിഡൻറ്റ് പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ DTPCയുടെ ജോലിക്കാരാണ്, നിങ്ങൾക്ക് അങ്ങനെ തരാനുള്ള വകുപ്പില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വകുപ്പില്ലാത്തടത്ത് ഞങ്ങളെങ്ങനെയാണ് ഈ ജോലി ചെയ്യുന്നത്? ഈ എരുമേലി സ്റ്റാൻഡ് മുതൽ നമ്മൾ പഞ്ചായത്തിൻ്റെ ഇപ്പുറം വരെയും നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഈ വകുപ്പില്ലാതെ ഞങ്ങളെ എന്തിനാണ് ജോലി ചെയ്യിപ്പിക്കുന്നത്? വകുപ്പില്ലാത്തടത്ത് ഞങ്ങൾ എന്തിനു ജോലി ചെയ്യുന്നു? DTPCയുടെ ജോലിക്കാരാണെങ്കിൽ ഞങ്ങൾ DTPCയുടെ കോമ്പൗണ്ട് മാത്രം ചെയ്താൽ മതി. ഇത് തീർത്ഥാടന കേന്ദ്രം ആയതുകൊണ്ട് അന്ന് LDF സർക്കാർ ഇരുന്നപ്പോഴത്തേക്ക് ഞങ്ങളെ 5 പേരെ തിരഞ്ഞെടുത്തു. അന്ന് ഞങ്ങൾ അവിടെ നിയമിച്ച് 22 വർഷക്കാലമായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്ന 22 വർഷമായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുകയാണ്. അന്ന് ഞങ്ങളെ ഇറക്കിയപ്പോഴത്തേക്ക് അന്ന് ഞങ്ങൾക്ക് ഉന്തുവണ്ടിയെല്ലാം പഞ്ചായത്തിൽ നിന്ന് അന്ന് ഞങ്ങൾക്ക് മേടിച്ച് തരികയും അന്ന് ഞങ്ങൾ പിന്നെ ആ ഒരു വണ്ടിയും കൊണ്ട് ഞങ്ങളൊരു 10-15 വർഷത്തോളം 10-20 വർഷത്തോളം ഞങ്ങൾ ആ വണ്ടി കൊണ്ട് തന്നെ അത് റിപ്പയർ ചെയ്ത് ഞങ്ങൾ ആ വണ്ടി കൊണ്ടാണിത്. ഇപ്പം ഞങ്ങൾക്ക് ഒരു തരത്തിലും പറ്റുകയില്ലാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്കൊരു വണ്ടിയെങ്കിലും പഞ്ചായത്ത് തരണമെന്ന് പറഞ്ഞത്. അപ്പം പഞ്ചായത്ത് പറഞ്ഞ പഞ്ചായത്തിൻ്റെ ആൾക്കാരല്ലാത്തതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയെന്നാണ് പറയാം. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇപ്പം സെക്രട്ടറിയോട് ഇപ്പോൾ പരാതി പറഞ്ഞു എന്ന് ചേച്ചി പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ വിഷയത്തിൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് എന്താ? ഞങ്ങൾ പ്രസിഡന്റിനോടാണ് പറഞ്ഞു, അപേക്ഷ വെച്ച് പ്രസിഡന്റ് പറഞ്ഞു, സെക്രട്ടറി എങ്ങനെ പറഞ്ഞെന്ന് പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾക്ക് തരാൻ. അതുകൊണ്ട് ഒന്നും തരികയാണ് പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അപേക്ഷ വെച്ചത്. എന്നാൽ നിങ്ങൾ പിന്നെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ബസ് സ്റ്റാൻഡും പിന്നെ അതുപോലെ എല്ലാ ഭാഗങ്ങളും സ്റ്റാൻഡ് തൊട്ട് ടൗണിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു മൂല പോലും വിടാണ്ട് നിങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്.
അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് പഞ്ചായത്ത് പറയുന്നത് നിങ്ങൾക്ക് ഒരു സാമഗ്രികളും തരാനോ ഒരു ഗ്ലൗസ് പോലും തരാനോ പഞ്ചായത്തിന് പറ്റില്ല എന്ന്. ഈയിടയില് ഞങ്ങളെ ഇവിടെ പിന്നെ മഴക്കെടുതിയിലേക്ക് ആൾക്കാർ വെള്ളം കയറിയെടുത്ത് ഇവിടെ വന്ന് ആൾക്കാർ ഇവിടെ താമസമായിരുന്നു. ഇവിടെ അവരുടെ വീട് വരെയും പഞ്ചായത്തുകാർ കൊണ്ട് ഞങ്ങളെ കഴിയിപ്പിച്ചു. കഴിപ്പിച്ചു. ഞങ്ങളെ പഞ്ചായത്ത് കൊണ്ട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു സേവനമാണ് ചെയ്യേണ്ടത്. പഞ്ചായത്തിന്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ എല്ലാ മുക്കിലും മൂലയിലും കൊണ്ടുപോയി തൂക്കുക, വാരുക, കഴിയുക, വൃത്തിയാക്കുക, എവിടെല്ലാം കാടുണ്ടോ അവിടെല്ലാം കൊണ്ട് പറിച്ച് ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കാടും ഇവിടുത്തെ ചുറ്റുവട്ടം കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു മനസ്സ് കുറവുമില്ല. പക്ഷെ നമുക്ക് ജോലി ചെയ്താൽ കൂലി വേണ്ടേ? അതാ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾക്ക് കൂലി തരാൻ അവർക്ക് ഫണ്ടില്ല, പക്ഷെ പണി ചെയ്യിക്കുന്നതിന് അമ്മയ്ക്ക് എന്തെങ്കിലും പറയാം? അല്ല, ഞങ്ങൾ ഈ ഒരു കാര്യങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പം ഞാൻ ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇപ്പം ഈ സർക്കാർ യാതൊരുവിധ സംവിധാനങ്ങൾ ഉണ്ടാകാത്ത സ്ഥിതിക്ക് നമുക്ക് കേന്ദ്ര സഹമന്ത്രി ടൂറിസം സഹമന്ത്രിയായ സുരേഷ് ഗോപി സാറിനോട് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ഇവർക്ക് പറയാനുള്ളത്. കാരണം വെച്ചാൽ ഇവര് പലതരത്തിൽ നമുക്കെല്ലാവർക്കും ഓണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ആഘോഷിക്കുന്ന ആളുകളാണ് അവർ. നമ്മളെപ്പോലെ തന്നെ ഉള്ള അമ്മമാരാണ് ഇത്. ഒരുപാട് പ്രായം ചെന്ന ആളുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അവർ എത്രയോ വർഷങ്ങളായിട്ട് ഈ ജോലി ചെയ്തിട്ട് ഈ 5 മാസം ഇങ്ങനെ സാലറി കിട്ടാതെ ഈ ഒരു ബുദ്ധിമുട്ടിൽ അവർ നിത്യച്ചെലവിന് പോലും ഒരു രൂപ കണ്ടെത്താൻ അവർ വളരെയധികം കഷ്ടത്തിലാണ്. ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മിനിമം വേതനം പോലും മിനിമം വേതനം കിട്ടുന്നില്ല. വേതനം പോലും കിട്ടുന്നില്ല. ഇപ്പൊ 450 450 രൂപ. രൂപയാണ്. ആദ്യം കയറിയപ്പോ 83 രൂപയുള്ളായിരുന്നു. ഇപ്പം പല ഘട്ടങ്ങളായിട്ട് ഇപ്പം 13,500 പക്ഷെ നമ്മുടെ കേന്ദ്രമന്ത്രി സാറിനെ, സുരേഷ് സാറിനെ ഇത് വിവരം അറിയിക്കണം. നമുക്ക് വേണ്ട സഹായങ്ങൾ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അപ്പോൾ അതാണ് ഇവർക്ക് പറയാനുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ഇവർക്ക് അടിയന്തരമായിട്ട് തന്നെ ഇവരുടെ ശമ്പളം 5 മാസത്തെ പെൻഡിംഗ് ഉള്ള ശമ്പളം വിട്ടുകിട്ടണമെന്നും അതുപോലെ തന്നെ അവർക്ക് അർഹമായ വേതനം, അവർ ജോലി ചെയ്യുന്നതിന് അർഹമായ വേതനം അവർക്ക് വാങ്ങിക്കൊടുക്കണമെന്നുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം ഈ വാർത്ത കാണുന്നവരെല്ലാവരും ഷെയർ ചെയ്യുക. ഇത് സുരേഷ് ഗോപി സാറിലേക്ക് എത്തത്തക്ക രീതിയിൽ തന്നെ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.